ഡയറക്ഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് വിശ്രമത്തിലിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ പോലും ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലരും എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഇപ്പം കുറച്ച് നാളായിട്ട് വിശ്രമത്തിലിരിക്കുന്നുണ്ട്. മമ്മൂക്കയുടെ പേര് വലിച്ചഴിച്ചാൽ മമ്മൂക്കയുടെ ഫാൻസ് പോലും നിശബ്ദരായിട്ടിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും മമ്മൂക്കയുടെ പേര് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ വലിച്ചഴിക്കുന്നത്. അതുപോലെ ഇപ്പോൾ സാന്ദ്ര തോമസ് ഒരു വിവാദം ഉണ്ടാക്കി വെച്ച് മറ്റാരും ഇടയ്ക്ക് മമ്മൂക്കയുടെ പേര് എന്തോ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചാനലിനകത്ത് പഴയ ഒരു മമ്മൂക്കയുടെ ഒരു സിനിമയുടെ സംവിധായകയുടെ ഒരു ഭർത്താവ് പല പ്രാവശ്യം വന്നു. ഈ അടുത്ത കാലത്ത് അയാൾ വീണ്ടും ഏതോ ഒരു ചാനലിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ആ ചാനലിന് ഈ നിർഭാഗ്യവശ എന്ന് വെച്ചാൽ ഈ ഒറ്റ മനുഷ്യനകത്ത് കാണാനില്ലായിരുന്ന ചാനലിനകത്ത് ഒന്നും കാണാനില്ല. കാര്യം എല്ലാവരും അവഗണിച്ച് വിട്ട് അത്തരത്തിലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ വീണ്ടും ഹരീഷ് പേരടി എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് നടൻ വിനായകനെയാണ് പ്രധാനമായിട്ടും വിമർശിച്ചിരിക്കുന്നത്. വിനായകനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനായകൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചുകൊണ്ട് ചില പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കുമ്പം നമുക്കെല്ലാവർക്കും അറിയാം, മോശമെന്ന് പറഞ്ഞാൽ പോരാ, വളരെ 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 മോശമായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള പദപ്രയോഗങ്ങൾ, ശുദ്ധ തെമ്മാടിത്തം തന്നെയാണ് അതിനകത്ത് യേശുദാസിനെതിരെയും അടൂർ ഗോപാലകൃഷ്ണനെതിരെ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും ഒരു സംശയവും ഇല്ല. ഇതിനെ ആരെങ്കിലും ന്യായീകരിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം ഒരുവിധമുള്ള ആൾക്കാരൊന്നും ഇതിനെ ന്യായീകരിക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മമ്മൂക്കയുടെ റിലീസാവാൻ പോകുന്ന സിനിമയ്ക്കകത്ത് മമ്മൂക്കയോടൊപ്പം ഒരു പ്രധാന വേഷത്തിൽ വിനായകനുമുണ്ട്. സ്വാഭാവികമായിട്ടും ആദ്യം തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വിട്ടിടം മുതൽ മമ്മൂക്കയോടൊപ്പം വിനായകനെയും ചേർത്തുള്ള പോസ്റ്ററുകളാണ് പുറത്തു വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം കാര്യം മമ്മൂക്കയ്ക്കും വിനായകനും ഏതാണ്ട് നല്ല രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സിനിമയ്ക്കകത്ത് മമ്മൂക്കയെ മാത്രം വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നാളെ കുറേ ആൾക്കാർ അതിന് വിമർശിക്കാൻ സാധ്യതയുണ്ട്. കാര്യം മമ്മൂട്ടി അങ്ങനെ ആയതുകൊണ്ടാണ്, മമ്മൂട്ടി ഇങ്ങനെ ആയതുകൊണ്ടാണ്, മമ്മൂട്ടിയെ വിനായകൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് വിനായകനെ എല്ലാവരും മാറ്റി നിർത്തിയിരിക്കുന്നത്, വിനായകനെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നാളെ ഉണ്ടാകുമെന്ന് ഭയന്നിട്ടായിരിക്കാം മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്നും മറ്റും മമ്മൂക്കയ്ക്കുള്ള പോലുള്ള ഒരു പ്രാധാന്യത്തോടുകൂടി വിനായകൻ്റെ പോസ്റ്ററൂടെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം വിനായകൻ അങ്ങനെ ആ സിനിമയിലേക്ക് വന്നെന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂക്ക എന്തുകൊണ്ടാണ് വിനായകനെ തിരഞ്ഞെടുത്തതെന്നുള്ളതൊക്കെ മറ്റൊരു രീതിയിലുള്ള ചർച്ചാ വിഷയവുമാണ്. കാര്യം ഈ പറഞ്ഞ നമ്മൾ പറയുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് വിനായകൻ ഈ പറഞ്ഞ മാന്യമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിനകത്ത് പലപ്പോഴും വീഴ്ച വരുത്തുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചില വാക്കുകൾ, പദപ്രയോഗങ്ങൾ അതേ ഉപയോഗിക്കുന്നുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. പ്രത്യേകിച്ച് വിനായകനെ പോലെ ഒരു നല്ല രീതിയിലുള്ള ഒരു കലാകാരനെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ല വാക്കുകളല്ല അതേ ഉപയോഗിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ശരി, മമ്മൂക്കയുടെ കണക്കാവുന്ന പോസ്റ്ററിനകത്ത് വിനായകനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റർ ഇറക്കിയതിന് ഹരീഷ് പേരടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറച്ച് വാക്കുകൾ കുറിച്ചിട്ടുണ്ട്. അതായത് നടിയും പ്രൊഡ്യൂസറുമായിട്ടുള്ള സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ കേസിന് പോയപ്പോഴത്തേക്ക് മമ്മൂക്ക ഫോണിൽ വിളിച്ച് സാന്ദ്രയെ അത്തരത്തിലുള്ളൊരു കാര്യത്തിനകത്ത് വിലക്കി. എന്നിട്ട് ഇപ്പം വിനായകൻ മമ്മൂക്കയുടെ ഒരുപാട് സിനിമയ്ക്ക് മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് വരെ കിട്ടത്തക്ക രീതിയിലുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണനെയും മമ്മൂക്കയുടെ ചുണ്ടിലൂടെ തന്നെ യേശുദാസ് പാടിയിട്ടുള്ള ഒരുപാട് സിനിമാ ഗാനങ്ങൾ കേട്ട് രസിച്ചിട്ടുള്ള പ്രേക്ഷകരാണ് നമ്മൾ. അപ്പം അത്തരത്തിൽ മമ്മൂക്കയിലൂടെ കേട്ടിട്ടുള്ള യേശുദാസിൻ്റെ സൗണ്ടിൻ്റെ ഒരു പ്രാധാന്യം, ആ യേശുദാസിനെയൊക്കെ ഈ വിനായകൻ ഇത്രയും മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് പോലും മമ്മൂക്കയുടെ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് അത് വിനായകനെയും കൂടെ പോസ്റ്റർ ചേർത്ത് റിലീസ് ആഘോഷിക്കുന്ന മമ്മൂക്കയെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് ഹരീഷ് പേരടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. ഹരീഷ് പേരടി ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നലെ തന്നെ സാന്ദ്ര തോമസ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, മമ്മൂക്ക നിലവിലുള്ള സാന്ദ്ര തോമസും പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പുറത്ത് നിർമ്മാതാക്കളുടെ സംഘടന അവരെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കിയതിനെതിരെ അവർ നിയമ നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവത്തിനല്ല മമ്മൂക്ക നിങ്ങൾ കോടതിയിൽ പോകരുതെന്നോ നിങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്നോ ഇത്തരത്തിലുള്ളൊരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ല മമ്മൂക്ക സാന്ദ്ര തോമസിനെ വിളിച്ച് സംസാരിച്ചതെന്ന് ഇന്നലെ തന്നെ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവർ പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് ഇതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷനും അവരും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനിൽപ്പെട്ട 3-4 പേർക്കെതിരെ SIT വന്നിട്ട് ഒരു കേസെടുക്കുകയോ അവരെ നിയമപരമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റെന്തോ നിയമ നടപടികളൊക്കെ അവരുടെ ഭാഗത്ത് അവർക്കെതിരെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തുടർ നടപടികൾക്ക് സാന്ദ്ര പോണോ വേണ്ടായോ എന്ന് ആലോചിക്കണം എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക അന്നാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. അല്ലാതെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാൽ മമ്മൂക്ക ഈ വിശ്രമത്തിലിരിക്കുന്ന സമയത്തല്ല എന്ന് സാന്ദ്ര തോമസിന് ഇന്നലെ തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ. അവരെന്നിട്ട് ചുമ്മാതയ്ക്കുന്ന ലിസ്റ്റ് സ്റ്റീവനെയും കൂടെ പിടിച്ച് അതിനകത്ത് കുരുക്കിയിട്ടിട്ട് പോയി. ലിസ്റ്റ് സ്റ്റീവനാണ് മമ്മൂക്കയുടെ പേര് വലിച്ചഴിച്ചെന്നൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണോ ഹരീഷ് പേരടി ഇത്രയും ഒരു പ്രതികരണം ഉണ്ടാക്കിയത്, അതോ അതിനു മുമ്പാണോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വരികൾ കുറിച്ചതെന്ന് എനിക്കറിയില്ല. ഇതാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് മമ്മൂക്ക ഇപ്പോൾ എന്തും പറയാം. കാര്യം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഇപ്പോൾ പ്രതികരിക്കത്തില്ല. മമ്മൂക്ക ഇപ്പോഴല്ല, മുമ്പും മമ്മൂക്ക പ്രതികരിക്കാറില്ല. മമ്മൂക്കയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങൾ പല ആൾക്കാരും കൊണ്ടുവന്നപ്പോഴും മമ്മൂക്ക
മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെ അല്ലെങ്കിൽ കേരളത്തിലെ സിനിമാ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെയുള്ള മമ്മൂക്കയുടെ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയ്ക്കെതിരെയുള്ള അനാവശ്യ പ്രശ്നങ്ങളൊന്നും അവരാരും വിശ്വാസത്തിലും എടുക്കത്തില്ല, ഒന്നുമില്ലെന്ന് മമ്മൂക്കയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ഇതിനൊന്നും മറുപടി പറയാറുമില്ല, ഇതൊന്നും ചെവിക്കൊള്ളാറുമില്ല. അതെല്ലാം ഈ പറഞ്ഞ കണക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ പോകുമെന്ന് മമ്മൂക്കയ്ക്ക് അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് മമ്മൂക്ക കഴിഞ്ഞ കാലങ്ങളിലും പ്രതികരിച്ചില്ല. ഓരോ വിവാദം ഉണ്ടാക്കി വെച്ചിട്ട് ഓരോരുത്തർ പറയും മമ്മൂക്ക പ്രതികരിക്കണം, മമ്മൂക്ക പ്രതികരിച്ചേ പറ്റൂ, മമ്മൂക്ക പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല. ഇതിനൊന്നും മമ്മൂക്ക പ്രതികരിക്കുമെന്ന് ഇവിടെ ആരും വിചാരിക്കേണ്ട. മമ്മൂക്ക പ്രതികരിക്കത്തില്ല ഇത്രയോട് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഹരീഷ് പേരടിയും ഈ മമ്മൂക്കയുടെ പേര് തന്നെയാണ് വലിച്ചടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് സജീവമായിട്ട് വരുന്നത് വരെയെങ്കിലും നിങ്ങൾ മമ്മൂക്കയെ വിമർശിക്കാൻ കാത്തുനിൽക്കുന്നവരൊന്ന് ക്ഷമാപൂർവ്വം ഇരിക്കുക. അദ്ദേഹം സിനിമയിൽ തുടർന്നും വന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പതിവ് പല്ലവിയായിട്ടുള്ള വിമർശനങ്ങളുമായിട്ട് ഇറങ്ങിക്കോ. ഈ വിശ്രമത്തിലിരിക്കുമ്പോഴെങ്കിലും ദയവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളൊന്ന് ഒഴിവാക്കി വിടുക. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പം മമ്മൂക്ക ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളെ വിശ്രമത്തിലിരിക്കുമ്പം മമ്മൂക്കയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ടീമിൻ്റെ ഭാഗത്തുനിന്നോ മമ്മൂക്കയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നോ ഒന്നും പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കപ്പെടും. ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞ കണക്ക്. അപ്പം ഹരീഷ് പേരടി ഇപ്പോൾ ചെയ്തത് വിനായകനെ വിമർശിക്കാനുള്ള എല്ലാവിധ അവകാശവും ഉണ്ട്. കാര്യം വിനായകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ക്ഷമിക്കാൻ പാടില്ലാത്ത നിയമ നടപടികളിലേക്ക് തന്നെ പോകേണ്ടുന്ന രീതിയിലുള്ള വാക്കുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹരീഷ് പേരടിക്ക് വേണമെങ്കിൽ വിനായകൻ എന്ന് പറയുന്ന നടനെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എഴുതി വെച്ചതിൻ്റെ പേരിൽ വിമർശിക്കാം. പക്ഷേ മമ്മൂക്കയെ ഒഴിവാക്കി വിടുക. കാര്യം അദ്ദേഹം ഇതിനൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്കകത്ത് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചിരിക്കുന്ന ഒരു നടൻ്റെ പ്രാധാന്യം ഈ പോസ്റ്ററിൽ കുറച്ച് കാണിക്കേണ്ടെന്ന കാര്യമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ട് തന്നെയായിരിക്കും അതിൻ്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കളങ്കാവലിനെ പോസ്റ്റർ ഇറക്കുമ്പം മമ്മൂക്കയോടൊപ്പം വിനായകനെയും മമ്മൂക്കയെ ഉൾപ്പെടുത്തി ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം വിനായകനെതിരെ മറ്റ് നിയമപരമായിട്ടുള്ള നടപടികളൊന്നും എടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ മമ്മൂക്ക എന്തിനാണ് വിനായകനെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കുന്നത്? അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വിനായകൻ്റെ ഇത്തരത്തിലുള്ള വാക്കുകളുടെ പുറത്ത് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വിനായകനെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ വിനായകൻ്റെ കൂടെ പോസ്റ്റർ ഉൾപ്പെടുത്തിയതിൻ്റെ പുറത്ത് മമ്മൂക്കയെ വിമർശിക്കണമെന്ന യാതൊരു ആവശ്യവും ഹരീഷ് പേരടി ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക.